ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വലിയൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഇലക്ഷന്റെ അവസാന റിസൾട്ട് വന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് കുറച്ച് എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള അങ്ങനെ ഒരുപാട് കറണ്ട് അഫയേഴ്സുകളില്ല. ഫുൾ ഇന്നത്തെ ഏത് പത്രം എടുത്താലും, ഹിന്ദു എടുത്താലും അല്ലെങ്കിൽ എക്കണോമിക് ടൈംസ് എടുത്താലും, ഞാൻ കണ്ട പത്രങ്ങളായി പറഞ്ഞത് മാതൃഭൂമി എടുത്താലും മനോരമ എടുത്താലും, ഇത് ഏതെടുത്താലും ഫുള്ളി ഇലക്ഷൻ അനാലിസിസ് ആണ്. നമുക്ക് ആ രീതിയിലുള്ള പൊളിറ്റിക്സിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എസെൻഷ്യലി അറിയേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും. പിന്നീട് അല്ലാതെ കുറച്ച് ബിസിനസ് പേജ്, ഇന്റർനാഷണൽ പേജും സ്പോർട്സ് പേജ് മാത്രമേ നോക്കാവുള്ളൂ. ഇന്നത്തെ പത്രത്തിലെ അവസ്ഥ അതാണ്. അല്ലാതെ എഡിറ്റോറിയൽ പേജിൽ തന്നെ മുമ്പ് ഡിഫറെന്റ് ആയിട്ടുള്ള നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇഷ്യൂസിനെ കുറിച്ച് ഉണ്ടാവുമായിരുന്നു. അതൊന്നും ഇന്നില്ല. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്നുള്ള പേജ് ഉണ്ടാവേണ്ടതാണ് എല്ലാ ദിവസവും. അതിന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് കഴിയും. നമുക്ക് എന്നാലും ഇന്നത്തെ ഇലക്ഷന്റെ റിസൾട്ട്സിനെ കുറിച്ച് നോക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞു എക്സിറ്റ് പോളുകളെല്ലാം ഇൻവേരിയബിളി പ്രഡിക്ട് ചെയ്തത് മോഡി ഈസ് ഗോയിങ് ടു വിൻ ദ തേർഡ് ടേം വിത്ത് ആൻ അബ്സല്യൂട്ട് മെജോറിറ്റി എന്നാണ്. ബട്ട് ദേ വൺ ദ ഇലക്ഷൻ. NDA വൺ ദ ഇലക്ഷൻ, ബട്ട് that was not won by മോഡി എന്ന് പറയേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് എ മോഡി സക്സസ്. ഇറ്റ് വാസ് ആക്ച്വലി ആൻ NDA സക്സസ് എന്ന് പറയേണ്ട വരും. പക്ഷെ മോഡിക്ക് പരിചിതമല്ലാത്തൊരു മേഖലയിലേക്ക് മോഡിക്ക് പ്രാവശ്യം പോകേണ്ടി വരും. മോഡി ഇന്ത്യ 23 വർഷമായിട്ട് ഇന്ത്യയിൽ ഒരു തലപ്പത്തുണ്ട് എന്ന് പറഞ്ഞാൽ 10 വർഷം ഇന്ത്യയുടെ ഭരണത്തിലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭരണത്തിലും 13 വർഷം ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആയിട്ടും ഒരു 23 വർഷം തുടർച്ചയായിട്ട് ഭരണത്തിന്റെ തലപ്പത്തിരുന്നപ്പോൾ ഒരിക്കൽ പോലും മോഡിക്ക് കൺസൾട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല ആരുമായിട്ടും. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു ഡിക്റ്റേറ്ററിയൽ ആറ്റിറ്റ്യൂഡിലേക്ക് പോയതും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുള്ളി ഒരിക്കലും കൺസൾട്ടേഷൻ മോഡിൽ പോകേണ്ടി വന്നിട്ടില്ല. കാരണം അബ്സല്യൂട്ട് മെജോറിറ്റി ആയിരുന്നു എപ്പോഴും ഗുജറാത്തിൽ 13 വർഷം അദ്ദേഹം ഭരിക്കുന്ന സമയത്ത്. അതിനുശേഷം 10 വർഷം ഇന്ത്യ ഭരിച്ച സമയത്ത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം 2014-ലും 2019-ലും കിട്ടി. ഈവൻ ഇഫ് ഇറ്റ് വാസ് NDA കോalition ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം they got only 240, 241, that range seats only. So 271 is the mark of majority in our Lok Sabha. So around 30 seats shortage is there for BJP to rule. So they have to depend on their coalition allies like Janata Dal Unite, TDP, Telugu Desam Party, etc. So അവർക്ക് ആ ഒരു അപ്രമാദിത്വം ഈ ഗവൺമെന്റിൽ കാണത്തില്ല എന്നുള്ളതാണ്. അവർ തന്നെ റൂൾ ചെയ്യും, അതിനാണ് സാധ്യത. പക്ഷേ ആ ഒരു അപ്രമാദിത്വം കാണത്തില്ല. തേർഡ് ടൈം മോഡി ഈസ് ഗോയിങ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ബട്ട് വിത്ത് എ റെഡ്യൂസ്ഡ് മെജോറിറ്റി. ആൻഡ് ഇന്ത്യ ഈസ് ഗോയിങ് ബാക്ക് ടു കോalition പൊളിറ്റിക്സ്. അത് 1989 തൊട്ട് ഏതാണ്ട് 2014 വരെ ഉള്ള 25 years കോalition എറ ആയിരുന്നു ഇന്ത്യക്ക്. അത് ഗുണമുണ്ട് ദോഷമുണ്ട്. അത് എങ്ങനെയാണ് ഗുണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ലീഡറിന്റെ മാത്രം വിംസ് ആൻഡ് ഫാൻസീസിൽ രാജ്യം മുന്നോട്ട് പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു കൺസൾട്ടേറ്റീവ് മോഡലിൽ പോകേണ്ടി വരും, കൺസൾട്ട് ചെയ്യേണ്ടി വരും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോടും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അലൈസിനോടും. അത് ഒരു നല്ല കാര്യം. അതുകൊണ്ട് തന്നെ വളരെ വിവാദമാകുന്ന കാര്യങ്ങളിൽ അങ്ങനെ കൈവയ്ക്കാൻ സാധ്യതയില്ല. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്നവർ പറഞ്ഞിരുന്നു. ദർ ഇസ് നോ ചാൻസ് ഫോർ becoming uniform civil code a reality in this term of Modi, because the allies like Janata Dal United, Chandrababu Naidu, etc. won't allow him to do that. അത് അങ്ങനെയുള്ള ഇമോട്ടീവ് ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ഒരു ദോഷമുള്ളതെന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും, പോവർട്ടി ഇഷ്യൂ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ വളരെ വലിയ ബിഗ് സ്ട്രൈഡ്സ് നമ്മളുടെ എക്കണോമിക് ഫീൽഡിൽ ഉണ്ടാക്കിയിരുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ തവണ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളുടെ GDP ഗ്രോത്തിനെ കുറിച്ചും, നമ്മളുടെ ഇതിനെക്കുറിച്ച്, ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചും, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ കുറിച്ചും, ഇൻഫ്ലേഷനെ കുറിച്ചും, പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ഉണ്ടാക്കുന്ന ഗ്രോത്തിനെ കുറിച്ചും, ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഓവറോൾ ഗ്രോത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറച്ചു കാലം ചിലപ്പം അതേ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ പോളിസി ഡിസിഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ടാർഡിനെസ് ഉണ്ടായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ പോളിസി ഡിസിഷൻസ് പലപ്പോഴും എടുക്കാൻ തുടങ്ങുമ്പോൾ, ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ അലൈസ് ഒപ്പോസ് ചെയ്താൽ നടപ്പാക്കാൻ പറ്റില്ല. മുമ്പ് ആ പ്രശ്നമില്ലായിരുന്നു. അത് ഉണ്ട്. ഡെവലപ്മെന്റിന്റെ ആ ഒരു വേഗം ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ചൈനയെ, ഞാൻ ഈ കമ്പാരിസൺ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന പല ആർട്ടിക്കിൾസും ഹിന്ദുവിലൊക്കെ വന്ന് തന്നെ വായിച്ചിട്ടുണ്ട്. ചൈനയുടെ ഗ്രോത്ത് റേറ്റ് അറൌണ്ട് ഒരു 30 years, 3 decades 2-digit ഗ്രോത്ത് റേറ്റ് ആയിരുന്നു. മീൻസ് 10% കൂടുതലായിരുന്നു. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 8.2% ആയിട്ട് ഇപ്രാവശ്യം എത്തിയപ്പോൾ തന്നെ വി ആർ സെലിബ്രേറ്റിംഗ്. അപ്പൊ 8.2% ഗ്രോത്ത് റേറ്റ് ഈസ് എ വെരി ബിഗ് ഗ്രോത്ത് റേറ്റ്.
But you just imagine, China was growing at the rate of 12%, 13% for the period of around 30 years. And the Karanam, there was one party rule. There is one party rule. China is being ruled by Communist Party of China, CPC. അപ്പോൾ അവരാണ് അവിടെ റൂൾ ചെയ്യുന്നത്. There is no opposition. They don't have to consult with any of the opposition parties, something like that. എന്ന് വെച്ചാൽ അവിടെ ഒപ്പോസിഷൻ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റ് ആണ്, ഗ്രൗണ്ടിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഫാസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും വേഗതയിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒരു ഡെമോക്രസിയിൽ ഒരിക്കലും അത് പോസിബിൾ അല്ല. ഡെമോക്രസിയിൽ എപ്പോഴും ഈ 8%, 8.5% ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ 9% ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യമാണ്. കാരണം നമുക്ക് ആ ഒരു പേസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ അല്ല. ഇന്ത്യയിലെ ഡെമോക്രസിയിലല്ല, ലോകത്തിലെ ഒരു ഡെമോക്രസിയിൽ അത് അത്ര പോസിബിൾ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ഡിക്റ്ററ്റോറിയൽ ഡെമോക്രസി ആയിരിക്കണം. ഡെമോക്രസി ആണെങ്കിൽ പോലും ഈ പുട്ടിനെയൊക്കെ പോലുള്ളൊരു റൂൾ ആയിരിക്കണം. അപ്പം എന്തായാലും ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആവുന്നത് അത്ര ഒരുപാട് നല്ല കാര്യമല്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, അതോടെ നിൽക്കട്ടെ. എന്തായാലും 18th ലോക്സഭ, ഇന്ത്യയുടെ 18th ലോക്സഭ എങ്ങനെയാണ് ഫോം ചെയ്യാൻ പോണത് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടി. 240 അറൌണ്ട് 240 എക്സാക്ട് സീറ്റ് എനിക്ക് 240 or 241 അങ്ങനെയാണ്. അത്രയും സീറ്റ്സ് വിൻ ചെയ്ത് BJP. 30 സീറ്റ്സിന്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ നിതീഷ് ആൻഡ് നായിഡു ആർ ഗോയിങ് ടു ബിക്കം ദ കിങ് മേക്കേഴ്സ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫൈനൽ പിക്ചർ എന്ന് പറയുന്നത്. നിതീഷ് കുമാർ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇതിന്റെ കൂടെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. BJPക്ക് തിരിച്ചടികളുടെ ഇടയിലും അവർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ഒരിക്കൽ പോലും ചരിത്രത്തിൽ വിജയിച്ചിട്ടില്ലാത്ത സ്റ്റേറ്റ് ഓഫ് ഒഡീഷ. ഇന്ത്യയിലെ ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണ് ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റ്. ആ ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഒരു മെയിൻ ഒപ്പോസിഷൻ ആവാൻ പോലും ഒരിക്കലും BJPക്ക് പറ്റിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ആയപ്പോഴാണ് ഒരു മെയിൻ ഒപ്പോസിഷൻ ആയിട്ട് അവിടെ മാറിയത്. അപ്പോഴും ഡിസ്റ്റന്റ് ഒപ്പോസിഷൻ, അതായത് റൂളിംഗ് പാർട്ടിയേക്കാൾ വളരെ കുറച്ച് സീറ്റുകൾ വിൻ ചെയ്ത 20ഓളം സീറ്റുകൾ മാത്രം വിൻ ചെയ്ത ഡിസ്റ്റന്റ് ഒപ്പോസിഷൻ ആയിരുന്നു. പക്ഷെ ഈ തവണ ഒഡീഷയിൽ BJP അബ്സല്യൂട്ട് മെജോറിറ്റി നേടി 79 സീറ്റ്സ് വിൻ ചെയ്തു. ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റ് 74 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാം. അപ്പൊ ഏതാണ്ട് 79 സീറ്റുകൾ അവർ വിൻ ചെയ്തു. സോ ഒഡീഷയിൽ ഒരു BJP ചീഫ് മിനിസ്റ്റർ വരാൻ പോകുന്നുള്ള കാര്യം അവർക്ക് വളരെ സന്തോഷിക്കാവുന്ന കാര്യമാണ്. മിക്കവാറും ധർമ്മേന്ദ്ര പ്രധാൻ ആയിരിക്കും ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ എന്നാണ് ഏതാണ്ട് എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം ധർമ്മേന്ദ്ര പ്രധാനാണ് BJPയുടെ ഫേസ് ഇൻ ഒഡീഷ എന്ന് പറയുന്നത്. ഇപ്പം അദ്ദേഹം ഇന്ത്യയുടെ മോഡി മിനിസ്റ്ററാണ്, എഡ്യൂക്കേഷൻ മിനിസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പം ധർമ്മേന്ദ്ര പ്രധാൻ മിക്കവാറും ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ. അത് അവർക്ക് ഭയങ്കര സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. അതുവഴി നവീൻ പട്നായിക് എന്ന് പറഞ്ഞ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററിന് ഒരു റെക്കോർഡ് നഷ്ടപ്പെട്ടു. അദ്ദേഹം 25 ഇയേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ഭരിച്ച പവൻകുമാർ ചാംലിംഗ് എന്ന് പറയുന്ന സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിനാണ് ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന റെക്കോർഡ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന, ഇപ്പൊ പ്രേം സിംഗ് തമാങ് ആണ് സിക്കിമിന്റെ ചീഫ് മിനിസ്റ്റർ. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അവിടുത്തെ ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന പവൻകുമാർ ചാംലിംഗ് ഈസ് ഹാവിംഗ് ദ റെക്കോർഡ് ഓഫ് സെർവിംഗ് as a chief minister of state for the longest time in India. പവൻകുമാർ ചാംലിംഗ് അത് 24 ഇയേഴ്സ് ഏതാണ്ട് 25 ഇയേഴ്സിന് അടുത്തെത്തിയായിരുന്നു നവീൻ പട്നായിക്. അദ്ദേഹം വീണ്ടും ഇപ്രാവശ്യം കംഫർട്ടബിളി വിൻ ചെയ്യുമെന്നാണ് ഞാൻ ഓരോ ക്ലാസ്സിലും പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ പല പ്രൊഡിക്ഷൻസും ഇപ്രാവശ്യം തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെയായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്. കാര്യം അത്യാവശ്യം നല്ല ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. പക്ഷേ അവിടെ ഒഡീഷയിൽ BJP വരെയാണ്. പിന്നെ അവർക്ക് സന്തോഷമായി നൽകുന്ന ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിൽ കർണാടക മാത്രമാണ് BJP ഭരിച്ച സ്റ്റേറ്റ്. പക്ഷേ ഇനി BJPക്ക് അടുത്ത ഇലക്ഷനിൽ മിക്കവാറും ഒരു സ്റ്റേറ്റും കൂടെ പിടിക്കാമെന്നൊരു ആത്മവിശ്വാസം അവർക്ക് വന്നിട്ടുണ്ട്. കാരണം തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇപ്രാവശ്യം രേവന്ത് റെഡ്ഡിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രേവന്ത് റെഡ്ഡിയാണ് കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്റർ തെലങ്കാനയുടെ. പക്ഷെ അവിടെ ഇപ്പോഴത്തെ ലോക്സഭ ഇലക്ഷനിൽ ഈക്വൽ സീറ്റ്സ് BJP വിൻ ചെയ്തു. അവിടുത്തെ 8 സീറ്റ് കോൺഗ്രസ് വിൻ ചെയ്തു, റൂളിംഗ് പാർട്ടിയായ കോൺഗ്രസ്, രേവന്ത് റെഡ്ഡിയുടെ പാർട്ടി. ബാക്കി 8 സീറ്റ് BJP ആണ് വിൻ ചെയ്തത്. സോ അവിടെ ഒരു ബിഗ്ഗസ്റ്റ് ഒപ്പോസിഷനായിട്ട് അവർ മാറിക്കഴിഞ്ഞു. അടുത്ത ഇലക്ഷനിൽ ദർ ഇസ് എ ഫെയർ ചാൻസ് ഓഫ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നാലും അവിടെ നല്ലൊരു അവർക്കൊരു ഭരണം പിടിക്കാന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക്. അതൊക്കെ അവർക്ക് ഇപ്പൊ കേരളത്തിൽ ഒരു സീറ്റ് പിടിച്ചു. കേരളത്തിൽ ഒരു സീറ്റേ പിടിച്ചോളെങ്കിലും കേരളത്തിൽ 2-3 സീറ്റുകളിൽ അവർ വലിയ മത്സരം കാഴ്ചവെച്ചു. തിരുവനന്തപുരത്ത് അവസാനം വരെ ഒരു വിജയത്തിന്റെ അടുത്തെത്തി നിന്നതാണ്. ആറ്റിങ്ങൽ അവർ 15,000 വോട്ടിനാണ് വിന്നറും മൂന്നാം സ്ഥാനത്ത് വരുന്ന മുരളീധരൻ തമ്മിൽ വെറും 15,000 സീറ്റ് വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആലപ്പുഴയിൽ അവർ 3 ലക്ഷത്തോളം വോട്ട് പിടിച്ചു. അങ്ങനെ പലയിടത്തും അവർക്ക് അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്.
അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ബോർ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇത് വിട്ടിട്ട് പോകാൻ പോയാണ്. എന്തായാലും നിങ്ങൾ അറിയേണ്ട, ഒഡീഷ സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനെ കുറിച്ച് നമ്മൾ അറിയണമായിരുന്നു. ഒഡീഷ BJP വിൻ ചെയ്തു. BJPയുടെ കിറ്റിയിലേക്ക് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിന്റെ കൂടെ ഭരണം പോവുകയാണ്. ഒപ്പം ആന്ധ്രയുടെ റിസൾട്ട് വന്നു, അതും BJPക്ക് സന്തോഷിക്കുക. അവർക്ക് അവിടെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ആന്ധ്രയിൽ ജൂനിയർ പ്ലെയർ എന്നോലും പറയാൻ പറ്റാത്ത വെറും 2-3% വോട്ട് ഷെയർ മാത്രമുള്ള സ്റ്റേറ്റ് ആണ് BJPയെ സംബന്ധിച്ച് ആന്ധ്രാപ്രദേശ്. എങ്കിലും ആന്ധ്രാപ്രദേശിൽ ഇപ്രാവശ്യം NDA കോalitionനായിട്ടാണ് മത്സരിച്ചത്. അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി വിൻ ചെയ്തു. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി വിൻ ചെയ്യുമ്പോൾ അത് NDAയുടെ തന്നെ ഒരു അലയൻസ് പാർട്ണർ ആയതുകൊണ്ട് അവിടെയും NDA ഭരണം തിരിച്ചു വന്നു എന്ന് പറയാം. അപ്പൊ ഇപ്പൊ 4 സ്റ്റേറ്റുകളിലാണ് ഇലക്ഷൻ നടന്നത്. 4 സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് സിക്കിം, ഒന്ന് അരുണാചൽ പ്രദേശ്, ഒന്ന് ഒഡീഷ, ഒന്ന് ആന്ധ്രാപ്രദേശ്. അതിൽ ഒഡീഷയിലും അരുണാചൽ പ്രദേശിലും BJP ഭരണം പിടിച്ചു. പിന്നീട് അവിടുത്തെ സിക്കിമിലെ SKM അവരുടെ അലയൻസ് പാർട്ണറാണ്. അതുകൊണ്ട് സിക്കിമിലെയും ഭരണം അവർക്ക് കിട്ടിയതുപോലെ തന്നെയാണ് ആന്ധ്രയും NDA ആണ് പിടിച്ചത്. അത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് സന്തോഷിക്കാനുണ്ട്, പല തിരിച്ചടികളും നേരിട്ടെങ്കിലും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇതിൽ ഫ്രണ്ടിൽ പറയാനുള്ള. ബാക്കി ഒരു കാര്യം ഇവിടെ പറയാനുള്ള, ബാക്കി ഫുൾ ഓരോരോ സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ റിസൾട്ടുകളെ കുറിച്ചൊക്കെയാണ്. പിന്നെ ഇനി അടുത്ത പേജിലേക്ക് പോയാൽ ഫുൾ NDA എന്ന് പറയുന്ന ആ ഒരു അലയൻസിനെ കുറിച്ച്, അവർക്ക് നേരിട്ട തിരിച്ചടികളെ കുറിച്ച് ഒക്കെയാണ്. അടുത്തതിൽ പോകുമ്പോൾ ഇന്ത്യ മുന്നണി. അത് ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേ ഇന്ത്യ മുന്നണിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇന്ത്യ മുന്നണി ആക്ച്വലി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊളിറ്റീഷ്യന് ഇതിൽ സന്തോഷിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് 3 ഡിജിറ്റ്സ് ടച്ച് ചെയ്തില്ല, 99 സീറ്റ്സ് വിൻ ചെയ്തു. അത് ഒരു വലിയ വിജയം അല്ലെന്ന് ചിലർക്ക് തോന്നും. കാര്യം എന്ന് വെച്ചാൽ 3 ഡിജിറ്റ്സ് പോലെ ഒരു ടച്ച് ചെയ്തില്ലല്ലോ എന്നൊക്കെ മോഡി ആരാധകരായിട്ടുള്ള BJPക്കാർക്ക് അങ്ങനെ പറയും. പക്ഷെ അവർക്ക് ആശ്വസിക്കാൻ ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. കാര്യം ഹിന്ദി ഹാർട്ട്ലാൻഡ് അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറഞ്ഞ സംഭവമാണ് BJPയെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്, വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ എസ്പെഷ്യലി ഉത്തർപ്രദേശ്, അവിടെ BJPക്ക് കുറെ തിരിച്ചടികളുണ്ടായി. അവിടെ ഒരു 6-7 സീറ്റുകൾ കോൺഗ്രസിന് പിടിക്കാൻ പറ്റി. ഇൻ അലയൻസ് വിത്ത് SP സമാജ്വാദി പാർട്ടി, അഖിലേഷ് യാദവിന്റെ പാർട്ടിയായിട്ട് ചേർന്ന്. അതില് റായ്ബറേലിയിൽ വലിയ വിജയമാണ് രാഹുൽ ഗാന്ധി നേടിയത്. വയനാട്ടിലും അദ്ദേഹം വിജയിച്ചു. പിന്നീട് അപ്പൊ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ കുറച്ച് സീറ്റുകൾ കുറെ കാലത്തിന് ശേഷം തിരിച്ചു പിടിക്കാൻ പറ്റിയത് ഭാവിയിൽ കോൺഗ്രസിന്റെ അവിടുത്തെ റിവൈവലിന് അവരെ സഹായിക്കും എന്നൊരു പ്രതീക്ഷ അവർക്ക് ഉണർത്താൻ പറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ ഇന്ത്യ മുന്നണിയുടെ വലിയ കക്ഷിയായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ കോൺഗ്രസിന് അവകാശവാദം ഉന്നയിക്കാവുന്ന ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. അതുപോലെ കഴിഞ്ഞ 2 ലോക്സഭയിലും ഒപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ് ഇല്ലായിരുന്നു. അതൊന്ന് പറഞ്ഞോട്ടെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ പലർക്കും അറിഞ്ഞൂടായിരിക്കും. കഴിഞ്ഞ 2 ലോക്സഭയിലും ഒപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ് കോൺഗ്രസിന് ഇല്ലായിരുന്നു. കോൺഗ്രസിന് എന്നല്ല, ഒരു പാർട്ടിക്ക് ഇല്ലായിരുന്നു. അതിന്റെ കാരണം പറഞ്ഞുതരാം. അത് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ്. As per the Constitution of India, if the main opposition party wins 10% of the strength of that house, അത് ലോക്സഭ ആയിക്കോട്ടെ സ്റ്റേറ്റുകളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിക്കോട്ടെ, 10% അവർ വിൻ ചെയ്യണം അവിടുത്തെ സ്ട്രെങ്തിന്റെ, എന്നാൽ മാത്രമേ അവർക്ക് ഒപ്പോസിഷൻ പാർട്ടി സ്റ്റാറ്റസ് കിട്ടുകയുള്ളൂ. അതായത് ലോക്സഭയുടെ ഇഫക്റ്റീവ് സ്ട്രെങ്ത് ഈസ് നൗ 540. സോ 10% എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പോയിന്റ് ഇടുമ്പോഴത്തേക്ക് 54 seats should be won by an opposition party. Then only they can claim the opposition party status, opposition leader status. 54 വിൻ ചെയ്യണം. കഴിഞ്ഞ തവണ കോൺഗ്രസ് 52 വിൻ ചെയ്തോളൂ 2019. 2014 അവര് 44 വിൻ ചെയ്തോളൂ. സോ during the last 10 years there was no official opposition leader in ലോക്സഭ. പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസ് 99 സീറ്റ്സ് വിൻ ചെയ്തു. അപ്പോൾ അവർക്ക് ഈ 10% 54 അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയില്ലേ. അപ്പൊ അവർ ഇപ്രാവശ്യം ഓപ്പോസിഷൻ ലീഡർ കാണും. അത് മിക്കവാറും രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കാനാണ് സാധ്യത, വേറെ ഒരു ലീഡർ ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഓക്കെ, അപ്പൊ അതിലേക്ക് അവർക്ക് സന്തോഷിക്കാം. പിന്നെ ഇതെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകൾ, ഒരു കാര്യവും പറയാനില്ല. ആരാണ് കിങ് മേക്കർ ആവുന്നത്, വെസ്റ്റ് ബംഗാളിലെ കാര്യങ്ങള്, മഹാരാഷ്ട്രയിലെ കാര്യങ്ങള്, ഇതൊക്കെ വെസ്റ്റ് ബംഗാളിലെ കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയാൻ? വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി കൂടുതൽ സ്ട്രോങ് ആയി. അവിടെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെയാണ് പ്രെഡിക്ട് ചെയ്തത്. പക്ഷെ BJPയുടെ കയ്യിൽ 5-6 സീറ്റുകൾ പോവുകയാണ് സംഭവിച്ചത്. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റേറ്റ് മഹാരാഷ്ട്ര, അതുപോലെ കർണാടക, ഗുജറാത്ത്, അതിനെയൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇതിനടുത്ത സ്റ്റേറ്റ് ഈ ഉത്തർപ്രദേശിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഉത്തർപ്രദേശിലൊക്കെ BJP പരാജയപ്പെടാനുള്ള ഒരു മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നി. പരാജയപ്പെടാൻ മീൻസ് അവർക്ക് 10-36 സീറ്റ് കിട്ടി. പക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 63 ആയിരുന്നു. അതിൽ ഏതാണ്ട് 10-30 സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുകയാണ്. അത് സംഭവിക്കാനുള്ള മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പൊളിറ്റിക്കൽ അനലിസ്റ്റുകളിലും ചിലരൊക്കെ അത് പറയുന്ന കണ്ടു.
ഇവര് വെച്ചൊരു ടാർഗറ്റ് ഉണ്ട്, ഇവരുടെ ക്യാമ്പയിനിങ്ങിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. ആ ടാർഗറ്റ് 400+ ടാർഗറ്റാ വെച്ച. ഈ 400+ ടാർഗറ്റ് വെച്ചപ്പം ഒപ്പോസിഷൻ എന്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാല്, ഇവർ ഈ 400 ടാർഗറ്റ് വയ്ക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പാടെ മാറ്റിമറിക്കുക, എന്നിട്ട് റിസർവേഷൻ എടുത്ത് കളയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മെജോറിറ്റി താമസിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ്. ഒപ്പം ആ സ്റ്റേറ്റിൽ 80% ആൾക്കാരും റിസർവേഷന്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കുന്ന ആൾക്കാരാണ്. വേറെ 20% അല്ലെങ്കിൽ ഒരു 20% ആൾക്കാരൊക്കെ അപ്പർ കാസ്റ്റേ ഉള്ളൂ, റിസർവേഷൻ ഇല്ലാത്തവരുള്ളൂ. അത് അവിടെ നന്നായിട്ട് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം. അത് എനിക്ക് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിച്ചപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് അറിയാവുന്ന നല്ല വിദ്യാഭ്യാസമുള്ള പല ആൾക്കാരുണ്ട് പറഞ്ഞ മോഡി അധികാരത്തിൽ വന്ന് റിസർവേഷൻ എടുത്ത് കളയുന്നവർ സന്തോഷത്തോടു കൂടി പറഞ്ഞു. കാര്യം അവർ അപ്പർ കാസ്റ്റുകാരോ അല്ലെങ്കിൽ ക്രിമി ലെയറിലുള്ള OBCs ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് റിസർവേഷൻ എടുത്ത് കളയാന്നുള്ളത് സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ മക്കൾക്കൊക്കെ അപ്പൊ അതുകൊണ്ട് ഗുണമുണ്ടാവും. റിസർവേഷൻ ഇല്ലാതെ ഫുൾ ഓപ്പൺ മെറിറ്റിലല്ലേ മത്സരിക്കാൻ പറ്റും, ഓപ്പൺ കാറ്റഗറി ആവത്തില്ലേ. അപ്പൊ അവര് പോലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും അങ്ങനെ പറയുമ്പോൾ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഈ ഡൗൺ റോഡൻ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർ അത് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പം ആ റിസർവേഷൻ എടുത്ത് കളയാന്നുള്ള സ്വാഭാവികമായിട്ട് അതിന്റെയൊക്കെ ഒരു പ്രതിഫലനവും ഭയങ്കരമായിട്ട് ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. BJPയുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജി ടോട്ടലി ഫ്ലോപ്പ് ആയിരുന്നു ഇപ്രാവശ്യം. എപ്പോഴും അവർക്കാണ് ആ കാര്യങ്ങളിൽ അപ്പർ ഹാൻഡ് കിട്ടുന്നത്, അവരാണ് ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കാര്യത്തിലൊക്കെ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു. ഓക്കെ, പിന്നെ ഓരോരോ മേഖലകളെ തിരിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓരോരോ സ്റ്റേറ്റിന്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ എന്ത് പറയാൻ, നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നവീൻ പട്നായിക് ഒഡീഷയിൽ തോറ്റതിനെ കുറിച്ചും അവിടെ BJP ഭരണം പിടിച്ചതിനെ കുറിച്ചും, ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയാണ് പരാജയപ്പെട്ടതെന്ന് നമുക്കറിയാം. ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറഞ്ഞാൽ YSR കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായ ജഗൻമോഹൻ റെഡ്ഡി പരാജയപ്പെടുന്നു. ചന്ദ്രബാബു നായിഡു, ഇപ്പോഴേ നിങ്ങൾക്ക് എഴുതി വെച്ച് പഠിക്കാം 3 സ്റ്റേറ്റുകളിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന്. 4 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടന്നു, 3 സ്റ്റേറ്റുകളുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ എഴുതി വെച്ച് പഠിക്കാം. ചന്ദ്രബാബു നായിഡു തന്നെ ആന്ധ്രാപ്രദേശിൽ ചീഫ് മിനിസ്റ്റർ ആയിട്ട് തിരികെ വരും. അതിൽ പിന്നെ നോ ഡൗട്ട്, ബിക്കോസ് TDP is a family based, dynastic based political party. That party's biggest leader is Chandrababu Naidu, so there is no question for replacement of him. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തന്നെ ആയിരിക്കും. അദ്ദേഹം കഴിഞ്ഞാൽ അടുത്ത നര ലോകേഷും ആവും. നര ലോകേഷ് മീൻസ് അദ്ദേഹത്തിന്റെ സൺ. ഈ ഉദയനിധി സ്റ്റാലിൻ, MK സ്റ്റാലിന് പോലെയാണ് നര ലോകേഷ് ഫോർ ചന്ദ്രബാബു നായിഡു. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ആയിരിക്കും ഭാവിയിലാവാൻ പോകുന്നത്. ഇപ്പൊ നിലവിൽ ചന്ദ്രബാബു നായിഡു ആവുള്ളൂ. അദ്ദേഹം ഹെൽത്തിയാണ്, ഇത്തിരി ഏജ് ഒക്കെ ആയെങ്കിലും ഇപ്പോഴും ഹെൽത്തിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആരാണ്, പ്രേം സിംഗ് തമാങ്. സിക്കിമിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് അദ്ദേഹം തന്നെ വരും. പ്രേം സിംഗ് തമാങ് ആണ് അവിടെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ ജയിച്ചത്. ഇനി പേമ ഖണ്ഡു അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററായിട്ടും വരും. അവിടെയും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, പേമ ഖണ്ഡു തന്നെ ആയിരിക്കും അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. 4ാമത്തെ സ്റ്റേറ്റായ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് 70% ഷുവർ ധർമ്മേന്ദ്ര പ്രധാൻ ആയിരിക്കും എന്നാണ്. ഓക്കെ, അപ്പൊ ആന്ധ്ര ജയിച്ച പാർട്ടിയുടെ പേരോട് പഠിച്ചു വെച്ചേക്കാം. TDP എന്ന് പറഞ്ഞാൽ തെലുഗുദേശം പാർട്ടി. തെലുഗുദേശം പാർട്ടി എന്ന് പറഞ്ഞത് അതിന്റെ ഒരു ചരിത്രം കൂടെ പറഞ്ഞുതരാം. തെലുഗുദേശം പാർട്ടി വാസ് വൺസ് ദ ഒപ്പോസിഷൻ, മെയിൻ ഒപ്പോസിഷൻ പാർട്ടി ഓഫ് ഇന്ത്യ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഒപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ് ഇപ്പൊ കോൺഗ്രസ് ഒരു 10 വർഷത്തിന് ശേഷം കിട്ടാൻ പോകുന്നു. മിക്കവാറും രാഹുൽ ഗാന്ധി ഒപ്പോസിഷൻ ലീഡർ ആവുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണലി അസൈൻഡ് ആയിട്ടുള്ള പൊസിഷനാണ് ഒപ്പോസിഷൻ ലീഡർ പോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു സമയത്ത് ഇന്ത്യയുടെ ഒപ്പോസിഷൻ പാർട്ടി ഏത് സമയത്തും കൂടെ പറയാം, ഫ്രം 84 to 89, 84 തൊട്ട് 89 വരെ ഇന്ത്യയുടെ ഒപ്പോസിഷൻ പാർട്ടി TDP ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിശയം വരും, TDP is a regional party, it is confined only to undivided Andhra Pradesh. അന്ന് undivided Andhra Pradesh ആണ്. After that, in 2014 only Andhra Pradesh was bifurcated into residual Andhra Pradesh and Telangana. അപ്പം 84 തൊട്ട് 89 വരെയുള്ള പീരീഡിൽ ആന്ധ്രാപ്രദേശ് എന്നുള്ള സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന TDP ഇന്ത്യയുടെ ഒപ്പോസിഷൻ പാർട്ടി സ്റ്റാറ്റസ് എടുക്കുന്നു, ഒപ്പോസിഷൻ ലീഡർ അവരാവുന്നു. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. 84 ഇന്ദിരാഗാന്ധി അസാസിനേറ്റ് ചെയ്യപ്പെട്ടു. ഈ ഇപ്പോഴത്തെ ഇലക്ഷന്റെ ഏറ്റവും എന്താ പറയുക പത്തറ്റിക് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെ ഇന്ദിരാഗാന്ധിയെ കൊന്ന ഘാതകൻ, മർഡറിന്റെ മകൻ ഇപ്രാവശ്യം ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഞ്ചാബിൽ പതിയെ തീവ്രവാദം പിടിമുറുക്കുന്നു എന്നുള്ളൊരു വ്യക്തമായ ഒരു ബാഡ് മെസ്സേജ് ഈസ് കമ്മിങ് ഔട്ട് ഫ്രം പഞ്ചാബ് ഫോർ ഇന്ത്യ.
അതൊരു വളരെ മോശം സന്ദേശമാണ്. ഓൾറെഡി ഖാലിസ്ഥാൻ വാദം അവിടെ ചെറുതായിട്ടുണ്ടായിരുന്നു. ഈ ഖാലിസ്ഥാൻ വാദത്തിന് മുന്നിൽ നിന്ന് നയിച്ച അമൃതപാൽ സിംഗ് എന്ന് പറയുന്ന ഒരു 32-കാരനാണ് അമൃതപാൽ സിംഗ്. ഇപ്പോഴത്തെ ഖാലിസ്ഥാൻ വാദത്തിന് മുമ്പ് അത് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല ആയിരുന്നു. 84 ഇന്ദിരാഗാന്ധി അയാളെ കൊന്നു. ഇന്ദിരാഗാന്ധി അല്ല കൊന്നത്, ഇന്ദിരാഗാന്ധിയുടെ പട്ടാളം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വഴി അമൃത്സർ ടെമ്പിളിൽ കടന്നു കയറി. അതാണ് ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷനിലേക്ക് പിന്നെ വഴിവെച്ചത്. സിഖുകാരുടെ ഏറ്റവും വലിയ ഗുരുദ്വാര, സിഖുകാരുടെ ആരാധന കേന്ദ്രത്തിന് ഗുരുദ്വാര എന്നാ പറയുന്നത്. ഹിന്ദുക്കളുടെ ആരാധന കേന്ദ്രത്തിന് ടെമ്പിൾ എന്നും മുസ്ലിങ്ങളുടെ ആരാധന കേന്ദ്രത്തിന് മസ്ജിദ് എന്നും മോസ്ക് എന്നൊക്കെ പറയുന്ന പോലെ, ക്രിസ്ത്യൻസിനെ ചേർത്തെന്ന് പറയുന്ന പോലെ, സിനഗോഗ് എന്ന് ജ്യൂസിന്റെ ആരാധനാ കേന്ദ്രത്തിന് പറയുന്ന പോലെ, ഫയർ ടെമ്പിൾ എന്ന് പാഴ്സികളുടെ ആരാധനാ കേന്ദ്രത്തിന് പറയുന്ന പോലെ, ബുദ്ധിസ്റ്റുകളുടെ ആരാധനാ കേന്ദ്രത്തിന് പഗോഡ എന്ന് പറയുന്നത് പോലെ, ഇവരുടെ ആരാധനാ കേന്ദ്രത്തിൽ പറയുന്നത് എന്താണ്? ഗുരുദ്വാര എന്നാണ് സിഖുകാരുടെ. അവരുടെ ഏറ്റവും വലിയ ലോകത്തിലെ ഗുരുദ്വാരയാണ് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ. അവരുടെ ഹോളി സിറ്റി അമൃത്സർ ആണ്. ആ ഗോൾഡൻ ടെമ്പിളിന്റെ അകത്താണ് ഈ പറഞ്ഞ ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ള, ഒരു സമയം 80s ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദനയായിരുന്ന സിഖ് സെപ്പറേറ്റിസത്തിനാണ് ഖാലിസ്ഥാൻ വാദം എന്നറിയപ്പെടുന്നത്. ഖാലിസ്ഥാൻ വാദം എന്താണെന്ന് വെച്ചാൽ, പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഖാലിസ്ഥാൻ എന്ന പേരിൽ പുതിയൊരു രാജ്യം ഉണ്ടാക്കുക. ഖാലിസ്ഥാൻ എന്ന പേരിൽ പാകിസ്ഥാൻ എന്നുള്ള പേരിൽ രാജ്യം ഉണ്ടായതുപോലെ ഇന്ത്യയെ സെപ്പറേറ്റ് ആയി. അതിനുവേണ്ടിയിട്ടാണ് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു സിഖ് സെപ്പറേറ്റിസ്റ്റിന്റെ നേതൃത്വത്തിൽ കുറെ ആൾക്കാർ വലിയ മൊബിലൈസേഷൻ നടത്തി. അവസാനം അയാളെ പിടിച്ച് കൊല്ലുന്നതായപ്പോൾ അയാൾ കയറി ഗോൾഡൻ ടെമ്പിളിനകത്ത് ഒളിച്ചിരുന്നു. ഗോൾഡൻ ടെമ്പിളിലെ പട്ടാളം കയറൂല എന്ന് അവർ വിചാരിച്ചു, ബിക്കോസ് ഇറ്റ് ഇസ് എ സേക്രഡ് പ്ലേസ് ഫോർ സിഖ്സ്. അപ്പൊ അവിടെ കയറൂല എന്ന് വിചാരിച്ചു. പക്ഷെ പട്ടാളം കയറി കൊന്നു. അതിനാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. അതിന്റെ തിരിച്ചടിയായിട്ട്, അതിന്റെ റിവഞ്ച് ആയിട്ട് ഇന്ദിരാഗാന്ധിയുടെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ടുള്ള 2 പേർ കില്ല് ചെയ്യുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി ഗാർഡിനെ വെടിവെച്ച് കൊല്ലുകയാണ്. അയാളുടെ മകൻ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ അവിടെ ജയിച്ചു. ഒപ്പം ഇപ്പം ന്യൂ ഖാലിസ്ഥാൻ മൂവ്മെന്റിന്റെ ലീഡറായിട്ട് പഞ്ചാബിൽ പ്രവർത്തിക്കുന്നത് വെറും 32 ഇയേഴ്സ് മാത്രമുള്ള ഏജ് ഉള്ള അമൃതപാൽ സിംഗ് എന്ന് പറയുന്ന അയാൾ തീവ്രവാദിയാണ്. അയാളിപ്പോ ആസാമിൽ ജയിലിൽ കിടന്നുകൊണ്ട് ഇലക്ഷൻ മത്സരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അയാൾ ജയിച്ചു. സോ പഞ്ചാബ് ഈസ് അഗെയിൻ ടേണിംഗ് ഇൻ ടു ദ പാത്ത് ഓഫ് സെപ്പറേറ്റിസം എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സിഖ് എക്സ്ട്രീമിസത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു പതുക്കെ അവിടെ ഒരു സ്പ്രെഡ് ഉണ്ടാവുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പേജ് പോകുമ്പോൾ എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ ഞാൻ എന്ത് പറയാൻ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാൻ. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഡിറ്റോറിയലിൻ്റെ അകത്തുണ്ട്. ഇന്ത്യൻ ഡെമോക്രസിയുടെ റിവൈവൽ എന്നാണ് ഹിന്ദു ഈ എഡിറ്റോറിയലിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. ഞാനിന്ന് ശേഖർ ഗുപ്ത എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജേർണലിസ്റ്റുകളുടെ ഒരാളാണ് ശേഖർ ഗുപ്തയുടെ ഒരു വലിയ ആർട്ടിക്കിൾ വായിച്ചു. ദ പ്രിന്റ് എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമത്തിൽ, ദ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമമുണ്ട്. ഓൺലൈൻ വീക്കിലിയാണ് പ്രിന്റ് എന്ന് പറയുന്നത്. ഓൺലൈൻ മാധ്യമത്തിൽ ഞാൻ ശേഖർ ഗുപ്തയുടെ എഡിറ്റോറിയൽ വായിച്ചു. ശേഖർ ഗുപ്തയുടെ ആ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഈ ഇടയ്ക്ക് യൂട്യൂബിൽ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന ചാനലിന്റെ അകത്ത് ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും സംശയിക്കരുത്. ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യുന്ന BJP അല്ലെങ്കിൽ ഇപ്പൊ നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്ന കോൺഗ്രസോ ആയിരിക്കും. അപ്പൊ എല്ലാ കാലത്ത് അവരോട് ചെറിയൊരു അഫിനിറ്റി ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അതിന്റെ തലപ്പത്ത് വരുന്നത് എന്ന് കരുതി ഇന്ത്യൻ ഡെമോക്രാറ്റിക് പ്രോസസ് ഇമ്പാർഷ്യലാണ്. ഇന്ത്യൻ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഒരു ഡൗട്ട്സ് നിങ്ങൾ കൊണ്ടുവരരുത്. EVMസിൽ ഒരു ടാമ്പറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ BJP കുറച്ച് സീറ്റ്സ് ഒക്കെ വിൻ ചെയ്തായിരുന്നു എന്നൊക്കെ ഞാൻ, അതുപോലെ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ഇപ്പൊ അണ്ണാമലൈ വരെ തോറ്റുപോയി. ഒരു സെലിബ്രിറ്റി ലെവലിലുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള അണ്ണാമലൈ വരെ തോറ്റുപോയി. അപ്പൊ കഴിഞ്ഞ തവണ അണ്ണാമലൈ തോറ്റായിരുന്നു തമിഴ്നാട്ടില്. കഴിഞ്ഞ തവണയും തോറ്റു അണ്ണാമലൈ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനിൽ ഉൾപ്പെടെ. അപ്പൊ EVM ടാമ്പറിംഗ് നടക്കുമെങ്കിൽ അവരുടെ ബിഗ്ഗസ്റ്റ് ലീഡേഴ്സ് ഓരോ സ്റ്റേറ്റിലെ, ഇപ്പൊ കേരളത്തിൽ K സുരേന്ദ്രൻ, തമിഴ്നാട്ടില് അണ്ണാമലൈ, കഴിഞ്ഞ തവണ സുരേഷ് ഗോപി, അവരെയൊക്കെ തോപ്പിക്കാൻ അവർ തയ്യാറാവോ? EVM സെറ്റ് ചെയ്തൊക്കെ ജയിപ്പിച്ചാൽ പോരെ? അപ്പൊ അങ്ങനെ ഒരു ടാമ്പറിംഗ് നടക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാൻ വേണ്ടി, ഒന്നുകൂടെ എൻഷുർ ചെയ്യാൻ വേണ്ടി അവർ അതിലൂടെ VVPAT ഘടിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആക്ഷേപിക്കരുതെന്ന് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയുമ്പോൾ പിള്ളേർ പലരും വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് BJPയോടുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരിക്കലും അങ്ങനെ അല്ലായിരുന്നു, അതാണ് സത്യം. അതിനെക്കുറിച്ച് ഇന്ന് ശേഖർ ഗുപ്ത ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇനിയെങ്കിലും നമ്മളുടെ ഇലക്ട്രൽ സിസ്റ്റത്തിന് കുറ്റം പറയരുത്, നമ്മളുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് കുറ്റം പറയരുത്, നമ്മളുടെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയരുത്. ഇതെല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. ഇനിയിപ്പോൾ ഡൗട്ട്സ് ആർക്കും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇലക്ഷനോടുകൂടി ഇത് മാറി കിട്ടി കാണും. അപ്പൊ അത് വലിയ രീതിയിൽ എഡിറ്റോറിയൽ പറയുന്നില്ല. എഡിറ്റോറിയലിൽ ഞാൻ ഈ പറഞ്ഞ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നത്, നിങ്ങളത് വായിച്ചു നോക്കുക. അത് കൂടുതലായിട്ട് ഞാൻ ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, കാരണം വീണ്ടും അത് കംപ്ലീറ്റ്ലി പൊളിറ്റിക്സ് ആയി പോകും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദുവിലെ ഈ പേജുകളിൽ സാധാരണ വരുന്ന ഗ്ലോബൽ ഇഷ്യൂസ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, നാഷണൽ ഇഷ്യൂസ് ആയിരിക്കും. ഇതൊന്നുമല്ല ഇന്ന് ഫുൾ
രാഷ്ട്രീയമാണ്, ഇലക്ഷനാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ഓൾ ദോസ് തിങ്സ്. ഈ പേജും അതുപോലെ തന്നെ ഫുൾ പൊളിറ്റിക്സ്. ഈ പേജും അതുപോലെ തന്നെ ഫുൾ പൊളിറ്റിക്സ്. ഓക്കെ, ഈ പേജ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഒന്നാമത്തെ കാര്യം, സെൻസെക്സ് സ്ലൈഡ്സ് ആസ് BJP ടു റിലൈ ഓൺ അലൈസ് എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യയുടെ സെൻസെക്സ് എന്താണെന്നും നിഫ്റ്റി എന്താണെന്നൊക്കെ ഇന്നലെ പറഞ്ഞാണ്. സെൻസെക്സ് ആൻഡ് നിഫ്റ്റി. സെൻസെക്സ് ഇസ് ദ stock market index of Bombay Stock Exchange. India's oldest stock exchange is Bombay Stock Exchange. Sometimes you will be asked questions like this: which one is the biggest oldest stock exchange of India? ഇന്ത്യയുടെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE is the biggest stock exchange. BSE is the oldest stock exchange. Bombay Stock Exchange is the oldest stock exchange. National Stock Exchange is the biggest stock exchange. ഞാൻ ഇന്നലെ പറഞ്ഞാണ്, NSE-യുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി, BSE-യുടെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് സെൻസെക്സ് ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് നിഫ്റ്റി ആണ്. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്തത് 50 ഷെയർസ് വെച്ച്. അത് ഓർത്ത് വെച്ചേക്കാൻ എളുപ്പമാണ്. നിഫ്റ്റി 50 പിന്നെ 30 ഓർത്ത് വെച്ചേക്കാം. അപ്പൊ സെൻസെക്സ് 30 ആയിരിക്കുമല്ലോ. നിഫ്റ്റി 50, സെൻസെക്സ് 30. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അത് അറിഞ്ഞിരിക്കുക. ഇന്നലെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ 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 എന്താ പറയുക, ചരിത്രത്തിലില്ലാത്ത വിധം ഇടിഞ്ഞു താഴ്ന്നു. ഗൗതം അദാനിയുടെയും റിലയൻസിന്റെയും ഷെയറുകളിലും SBIയുടെ ഷെയറുകളിലൊക്കെ വലിയ ഇടിവുണ്ടായി. അപ്പം കാര്യം വേറൊന്നുമല്ല, ഇന്ത്യയിലൊരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടാവും എന്നുള്ളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോalition ഗവൺമെന്റുകൾ സ്റ്റേബിൾ ആയിക്കൊള്ളണം എന്നില്ല. ഈ വരാൻ പോകുന്ന മോഡി 3 ഗവൺമെന്റ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു ഒക്കെ വിചാരിച്ച എപ്പോഴും മറിച്ചിടാൻ പറ്റും. അതാണ് കോalition പൊളിറ്റിക്സിന്റെ പ്രോബ്ലം. സോ മാർക്കറ്റ് ഓൾവേസ് വാണ്ട്സ് എ സ്റ്റേബിൾ ഗവൺമെന്റ് ആൻഡ് കണ്ടിന്യൂഷൻ ഓഫ് പോളിസീസ്. ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസീസിന്റെ കണ്ടിന്യൂഷൻ. ഇത് രണ്ടും ഡിസ്റപ്റ്റഡ് ആവും എന്ന് മാർക്കറ്റിന് സംശയം തോന്നിയാൽ മതി. എപ്പോഴും സ്പെക്കുലേഷന്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഇതായത്. എന്ന് പറഞ്ഞാൽ ആരും പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചാൾ ഇങ്ങനെ പോയിട്ട് വീണ്ടും പതുക്കെ റീകൂപ്പ് ചെയ്യും. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 10-15 വർഷം അതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ NCLT-യെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NCLT ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പഠിക്കേണ്ട ഒരു ട്രിബ്യൂണലാണ് NCLT. NCLAT ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. NCLT മീൻസ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. NCLAT മീൻസ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഇത് രണ്ട് ട്രിബ്യൂണൽസ് മീൻസ് സ്പെഷ്യൽ കോർട്സ്. ദേ വിൽ ഡീൽ വിത്ത് ഓൺലി certain kinds of cases. കമ്പനി ലോ കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട കേസ് മാത്രമേ NCLT-യിൽ എടുക്കുള്ളൂ. NCLT എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അതിന്റെ അപ്പർ കോർട്ടാണ് NCLAT. രണ്ട് സെയിം തന്നെ. ഇത് ഇന്ത്യയിൽ ഇത്രയും ഇവര് പോപ്പുലർ ആവാൻ കാരണം ഇന്ത്യയിൽ ഒരു നിയമം വന്നതിന് ശേഷം IBC 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറഞ്ഞ നിയമം അരുൺ ജെയ്റ്റ്ലി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ മരിച്ചുപോയ ഫിനാൻസ് മിനിസ്റ്റർ 2016 കൊണ്ടുവരികയാണ്. വമ്പൻ സ്രാവുകളായിട്ടുള്ള ഇന്ത്യൻ ബിസിനസ്മാൻമാർ പലരും ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് വലിയ ലോണുകൾ എടുത്തിട്ട് പറ്റിച്ചിട്ട് മുങ്ങുകയോ വിജയ മല്യയൊക്കെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ തങ്ങുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അവരിന്ന് പണം തിരിച്ചു പിടിക്കാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിയമം അപര്യാപ്തമായിരുന്നു. സർഫേസി ആക്ട് ആയിരുന്നു മെയിൻ ആയിട്ട് ഇന്ത്യയിലെ ബാങ്കുകൾ അവർക്കെതിരെ അപ്ലൈ ചെയ്തിരുന്ന സർഫേസി ആക്ട്. ഇറ്റ് വാസ് നോട്ട് that much effective against such kind of fugitive businessmen. അപ്പോൾ സർഫേസി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. Securitization and reconstruction of financial assets and enforcement of security interest act. ഈ ആക്ട് അത്രത്തോളം സഫീഷ്യന്റ് അല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ടീത്തുള്ള, കുറച്ചുകൂടെ പല്ലും നഖവുമുള്ള ഒരു നിയമം കൊണ്ടുവന്നതാണ് IBC 2016. ഈ നിയമപ്രകാരം ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ 180 ഡേയ്സ് എടുക്കാൻ കഴിയുമ്പോഴത്തേക്ക് ബാങ്കുകൾക്ക്, അതായത് അക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള ബാങ്കുകൾക്ക് ഈ പറഞ്ഞ കമ്പനിയെ, അതിപ്പോ അദാനി ആണെങ്കിൽ അദാനി, ഇപ്പൊ ഞാൻ ചുമ്മാ എഴുതിയിരുന്നുള്ളൂ, അദാനിയെ ആണെന്ന് കരുതിക്കോ, നേരെ NCLT-യിലേക്ക് കൊണ്ടുപോകാം, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിലേക്ക്. അവിടെ അവരെ വിചാരണ ചെയ്ത് റെസൊല്യൂഷൻ മെക്കാനിസം കൊണ്ടുവരും. അതിൽ ഈ കമ്പനി ലേലത്തിന് വെക്കും. ലേലത്തിന് വെച്ച് കഴിഞ്ഞാൽ ഈ അദാനിക്ക് പിന്നെ ആ ലേലത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പൈസ കൊണ്ട് അടച്ചോളാം എന്ന് പറഞ്ഞ് വന്നാലും ലേലത്തിൽ പോലും പങ്കെടുക്കാൻ സമ്മതിക്കത്തില്ല. വേറെ ആൾക്കാർ ആ കമ്പനി ലേലത്തിൽ മേടിച്ചുകൊണ്ട് പോകും. ആ കിട്ടുന്ന പണം ലേലം ചെയ്യുമ്പം ഞാനാണ് വാങ്ങുന്ന കരുതി, ഞാൻ അദാനിയുടെ കമ്പനി വാങ്ങാൻ തക്ക റിച്ചായി മാറി, ഞാൻ വാങ്ങി ആ കമ്പനി. എനിക്കേ വാങ്ങാൻ പറ്റും, അദാനിക്ക് വാങ്ങാൻ പറ്റില്ല, എന്നെ പോലെ വേറൊരു ബിഡറിന് വാങ്ങിക്കഴിഞ്ഞാൽ ആ പൈസ ഞാൻ കൊടുക്കേണ്ടത് SBI എന്നാണ് ഇപ്പം കടമെടുത്തിട്ടുള്ളതെങ്കിൽ SBIക്കായിരിക്കും.
അപ്പൊ SBI ക്ക് പൈസ തിരിച്ചു കിട്ടും. ബട്ട് ഹാവിങ് സം ഹെയർ കട്ട്സ് എന്ന് പറഞ്ഞാൽ SBI 50,000 കോടിയാണ് കൊടുത്തെങ്കിൽ ചിലപ്പോൾ 30,000 കോടിയേ കിട്ടുള്ളൂ. കാര്യം ഞാൻ ബിഡ് ചെയ്തൊക്കെ ലേലത്തിലൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ അത്രയ്ക്ക് കൊടുക്കാൻ തയ്യാറാവുള്ളൂ. എൻ്റെ കൂടെയുള്ള ആരും അതിനേക്കാളും കൂട്ടി വിളിക്കാൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ ബാങ്കിന് 50,000 കിട്ടാനുള്ള സ്ഥാനത്ത് 30,000 കിട്ടും. പക്ഷേ സ്റ്റിൽ ദേ ആർ ഗെറ്റിംഗ് സം മണി ബാക്ക്. അതാണ് ഓക്കെ. അപ്പൊ അതാണ് IBC NCLT NCLAT ഒക്കെ. ഓക്കെ. പിന്നെ എനിക്കിത് പറയാനുള്ളത്, പിന്നെ ഇവിടെ എന്താണ് പറയാനുള്ളത്, ഇവിടെ ഒരു കാര്യം പറയാണ്. ഇതൊന്നാണെന്ന് വെച്ചൊക്കെ ഓൾവോ ടു ഇഷ്യൂ വേൾഡ്സ് ഫസ്റ്റ് EV ബാറ്ററി പാസ്പോർട്ട്. EV ബാറ്ററി പാസ്പോർട്ടാ, അതെന്താണെന്നൊരു സംശയം തോന്നുന്നു. അത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. നമുക്കല്ല പാസ്പോർട്ട്, നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പാസ്പോർട്ട് വേണം. പക്ഷെ ഇനി തൊട്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് ബാറ്ററീസ് കൊണ്ടുവരുമ്പോൾ ആ ബാറ്ററിക്ക് ഒരു പാസ്പോർട്ട് വേണം. മനുഷ്യന് പാസ്പോർട്ട് വേണ്ടതുപോലെ ബാറ്ററിക്ക് പാസ്പോർട്ട് വേണം. ആ ബാറ്ററി പാസ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ ഒറിജിൻ, ഏത് രാജ്യത്തിൽ നിന്നാണ്, എവിടെ നിന്നാണ് ആ റോ മെറ്റീരിയൽ വന്നേക്കുന്നത്, അതിന്റെ കമ്പോണൻസിന്റെ ഒറിജിൻ, അതിൽ എത്രത്തോളം റീസൈക്കിൾഡ് കണ്ടന്റ് ഉണ്ട്, അതിൽ എത്രത്തോളം കാർബൺ ഫുട് പ്രിന്റ് ഉണ്ട്. ഇതൊക്കെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ്, കുറച്ചുകൂടെ ഗ്രീൻ, കുറച്ചുകൂടെ നമ്മളുടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ രേഖപ്പെടുത്തണം. അതാണ് EV പാസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ EV ബാറ്ററി പാസ്പോർട്ട്. അപ്പൊ EV ബാറ്ററി പാസ്പോർട്ട് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയനിൽ ബൈ 2027 ഇംപ്ലിമെന്റ് ചെയ്യുന്നവർ പറഞ്ഞേക്കുന്നത്. ഇത്രയൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു സാധനമാണ് EV ബാറ്ററി പാസ്പോർട്ട്. ആദ്യമായിട്ട് EV ബാറ്ററി പാസ്പോർട്ട് കൊണ്ടുവരാൻ പോകുന്നത് വോൾവോ ആണ്. വോൾവോയുടെ EX90 എന്ന് പറയുന്ന SUV അത് ഇതാണ്, EV ആണ് കേട്ടോ, ഇലക്ട്രിക് വെഹിക്കിളിന് മതിയല്ലോ അത്. EX90 എന്ന് പറയുന്ന SUV അതൊരു EV ആണ്, ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. വോൾവോയുടെ EX90 അതാണ് ആദ്യം പാസ്പോർട്ട് വരാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഷഹബാസ് ഷെരീഫ് ചൈന വിസിറ്റ് ചെയ്യുന്ന ഫോട്ടോ കാണാം. ഷഹബാസ് ഷെരീഫ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ. ഷഹബാസ് ഷെരീഫ്. പിന്നെ അമേരിക്കയിലേക്ക് അസൈലം തേടി പോകുന്ന മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ്. ജോയ് ബൈഡൻ ഗവൺമെന്റ് അവിടെ ഇനി ആരെയും അങ്ങോട്ട് എടുക്കാൻ ഇപ്പൊ മെക്സിക്കോ ബോർഡർ ക്രോസ് ചെയ്ത് ചെല്ലുന്ന ആൾക്കാരെ അവർ അഡ്മിറ്റ് ചെയ്യാൻ റെഡി അല്ല എന്നാ പറഞ്ഞേക്കുന്നത്. ദേ വിൽ ബി സെൻഡ് ബാക്ക് എന്താ പറഞ്ഞേക്കുന്നത്. ഇതിനേക്കാളും കഷ്ടമാണ് ബ്രിട്ടനിലെ കാര്യം. നിങ്ങൾക്കറിയാം ബ്രിട്ടൻകാർ എന്ത് ചെയ്തു, ഋഷി സുനാക് ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഋഷി സുനാക് ഗവൺമെന്റ് അവിടെ അസൈലം സീക്കേഴ്സ് ആയിട്ട് ഇംഗ്ലീഷ് ചാനലൊക്കെ ക്രോസ് ചെയ്ത് ബോട്ടിലൊക്കെ ചെല്ലുന്ന ആൾക്കാരെ പിടിച്ചിട്ട് അവരെ റുവാണ്ടയ്ക്ക് അയക്കുകയാണ്. ഏത് രാജ്യത്തെ ആണെന്ന് ഈ ഇടയ്ക്ക് പഠിപ്പിച്ചാണ്? റുവാണ്ട ഈസ് ആൻ ആഫ്രിക്കൻ കൺട്രി ആൻഡ് ദേ ആർ റെഡി ടു അക്സെപ്റ്റ് ദീസ് ഇല്ലീഗൽ മൈഗ്രൻസ് ഓഫ് UK because they are getting some monetary assistance from UK as part of this plan. So Rwanda is ready to and happy to accept all these migrants. പക്ഷേ ഈ മൈഗ്രൻസിന്റെ ഹാപ്പിനെസ് കാണത്തില്ല. അവര് UK താമസിക്കാനാ പോകുന്നത്, അവർ റുവാണ്ടയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുക. അതുപോലെയൊക്കെയാണ് ഇനിയിപ്പോ ബൈഡൻ മാറി ഈ വർഷം നവംബറിലെ ഇലക്ഷനിൽ ഇൻ കേസ് Trump, there is a fair chance of Trump returning back to US president position. അപ്പൊ ഇൻ കേസ് അങ്ങനെ വരികയാണെങ്കിൽ ഇതിനേക്കാളും ശക്തമാവും. അദ്ദേഹം ടോട്ടലി അഗെയിൻസ്റ്റ് ഇമിഗ്രൻസ് ആണ്. ഓക്കെ, ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. പിന്നെ ഇസ്രായേൽ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഷോർട്ട് ഓൺ ട്രൂപ്സ്, ഓസ്ട്രേലിയ ഓപ്പൺസ് മിലിറ്ററി ടു നോൺ സിറ്റിസൺ റെസിഡൻസ് ഫ്രം 5 years. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളെ ഇന്ത്യയിൽ പട്ടാളത്തിലേക്ക് ഇവിടെ താമസിക്കുന്ന ബംഗ്ലാദേശികളെ എടുക്കാൻ പോകുന്നു. സംഭവിക്കുമോ അങ്ങനെ? ഇല്ല. ഇവിടെ ആവശ്യം പോലെ പോപ്പുലേഷൻ പട്ടാളത്തിൽ കയറാറുണ്ട്. ഓസ്ട്രേലിയയിൽ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് അവിടെ ആൾക്കാർ ഷോർട്ടേജ് ഉണ്ടാവുന്ന അവിടുത്തെ പട്ടാളത്തിലേക്ക് കയറാൻ. അതുകൊണ്ട് അവിടെ താമസിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ സിറ്റിസൺസിനെ അവരെടുക്കാൻ പോകുന്നത്. ഏത് രാജ്യങ്ങളുടെ ആണെന്ന് അറിയാമോ? 5 Eyes എന്നറിയപ്പെടുന്ന രാജ്യങ്ങളുടെ. 5 Eyesൽ ഒന്ന് രാജ്യം ഓസ്ട്രേലിയ തന്നെയാണ്. ഇനി 4 കൂടെ അല്ലേ? മൊത്തം 5 Eyes അല്ലേ? ഒന്ന് ഓസ്ട്രേലിയയാണ്. ബാക്കി USA, ബ്രിട്ടൻ, പിന്നെ കാനഡ, ന്യൂസിലാൻഡ്. USA, ബ്രിട്ടൻ, കാനഡ, ന്യൂസിലാൻഡ്, അതുപോലെ ഇവരും കൂടെ ചേർന്നതാണ്. പിന്നെ ഓസ്ട്രേലിയ കൂടെ ചേർന്നത് 5 Eyes. അതൊരു ഇന്റലിജൻസ് ഷെയറിംഗ് നെറ്റ്വർക്ക് ആണ്. ഇന്റലിജൻസ് ഷെയറിംഗ് ഗ്രൂപ്പിംഗ് ആണ് 5 Eyes എന്നറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ ഇതൊക്കെ പൊളിറ്റിക്സ്. ഇത് പൊളിറ്റിക്സ് ഒന്നും വേണ്ട. പിന്നെ സ്പോർട്സിൽ ഫ്രഞ്ച് ഓപ്പൺ അതൊക്കെ പറയാനേ ഉള്ളൂ. വേൾഡ് കപ്പിൽ ഇന്ന് ഇന്ത്യയുടെ ഫസ്റ്റ് മാച്ച്, T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് മാച്ച്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പ്രജ്ഞാനന്ദ അത് എന്ന് പറഞ്ഞ 18കാരൻ ലോകത്തിനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് നമ്പർ 1 മാഗ്നസ് കാൾസൺ ഇപ്പൊ തോപ്പിച്ചു. അത് കഴിഞ്ഞ് ഫാബിയാനോ കരുവാന എന്ന് പറഞ്ഞ വേൾഡ് നമ്പർ 2 തോപ്പിച്ചു. ഇപ്പൊ
വേൾഡ് ചാമ്പ്യനായ ഡിങ് ലെറനെ ഇന്നലെ തോപ്പിച്ചു. ഡിങ് ലെറനാണ് ഇപ്പൊ നിലവിൽ വേൾഡ് ചാമ്പ്യൻ. അയാളെ നേരിടാൻ പോകുന്ന ഗുഗേഷ് ആണ് ഫൈനലില്. അപ്പൊ ഡിങ് ലെറനെ ഇന്നലെ തോപ്പിച്ചു. ഡിങ് ലെറൻ ചൈനക്കാരനാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. കൂടുതൽ പൊളിറ്റിക്സ് ആയിരുന്നു. ഓക്കെ.